എല്ലാ വിദ്യാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ബയോളജിയുടെ ക്ലാസ് ആണ്. ഇന്ന് ബയോളജിയിൽ സുവോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രയാസമേറിയതുമായ ഒരു പാഠഭാഗമാണ് ജനറ്റിക്സ്. ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട അധ്യായങ്ങൾ, ക്ലാസിക്കൽ ജനറ്റിക്സും മോഡേൺ അഥവാ മോളിക്കുലാർ ജനറ്റിക്സ് എന്നിങ്ങനെ രണ്ട് അധ്യായങ്ങൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലാസിക്കൽ ജനറ്റിക്സിൽ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് മൂന്നാമത്തെ അധ്യായമായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇത് 4 സ്കോറാണ്. 30 മാർക്കിൽ 4 സ്കോറിന് ഇരിയുന്നുണ്ടാവും. അതുപോലെ ജനറ്റിക്സിലെ ഏറ്റവും പ്രയാസമേറിയ മോളിക്കുലാർ ജനറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, അല്ലെ? രണ്ടാമത്തെ ഒരു ചാപ്റ്റർ കൂടെ നിങ്ങൾക്കുണ്ട്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ, അതും 4 മാർക്കാണ്. അങ്ങനെ 8 സ്കോർ ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രയാസമേറിയ രണ്ട് സങ്കീർണമായ ചാപ്റ്ററുകളാണ്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വേരിയേഷൻ 4 സ്കോറിനും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് 4 സ്കോർ. ഇത് രണ്ടും ജനറ്റിക്സ് വിഭാഗത്തിൽ അഥവാ ജനിതക ശാസ്ത്രം വിഭാഗത്തിൽ വരുന്ന രണ്ട് ശാസ്ത്ര ശാഖയിൽ വരുന്ന രണ്ട് ചാപ്റ്ററുകളാണ്. ഓർക്കുക, ഇതിൽ നിങ്ങൾ ആദ്യം എളുപ്പമുള്ള 2 അധ്യായങ്ങളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അധ്യായം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം തീരാറായി. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്റർ 1 സെക്കൻഡ് ഇയറിന്റെ 4 സ്കോറിന് അതിനകത്തുനിന്ന് ചോദിക്കും. ഇനി രണ്ടാമത്തെ അധ്യായമായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അത് 1-2 സ്കോറിനുള്ള ഒരു ചെറിയ ചാപ്റ്റർ. അത് രണ്ടും ലിങ്ക്ഡ് ചാപ്റ്ററുകളാണ്. അപ്പോൾ ആ എടുക്കുന്ന അധ്യാപകൻ തന്നെ ആ ചാപ്റ്ററുകൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും പ്രയാസമേറിയ ഒരു ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനും മറ്റൊന്ന് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ 2 പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് 4+4 8 സ്കോറും, എൻട്രൻസിന് ഒരു 12 ക്വസ്റ്റ്യനെങ്കിലും ഇതുമായി ലിങ്ക് ചെയ്ത് ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണം, 12 എണ്ണം മറക്കരുത്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ മാത്രം ചോദിക്കുക. ഇതൊരു പ്രയാസമേറിയ ചാപ്റ്ററാണ്. നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കണ്ട ലാഘവത്തോടെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കാണുന്ന ലാഘവത്തോടെ ഇരുന്നാൽ ഇത് മനസ്സിലാകില്ല. ജനറ്റിക്സിലെ ആദ്യം ഈ ചാപ്റ്റർ ഒരുവിധം സിമ്പിളാണ്, എന്നാൽ ഇതിനകത്ത് ശരിക്കും കാൽക്കുലേഷൻസ് രണ്ടാമത്തേലും ഉണ്ട്. അതുകൊണ്ട് ലാഘവ ബുദ്ധി ഈ ചാപ്റ്ററിൽ കാണിക്കരുത്. സ്കൂളുകളിൽ ആദ്യ കാലങ്ങൾ നമ്മൾ സ്കൂൾ തുറന്നിരുന്നുവെങ്കിൽ ഈ 2 ചാപ്റ്റർ പഠിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക് ടീച്ചർ അല്ലെങ്കിൽ സുവോളജി സാർ കടന്നു പോകും. അപ്പോൾ അറിയേണ്ട കാര്യം അപ്പോൾ ആദ്യം ഏറ്റവും പ്രയാസമേറിയ ചാപ്റ്ററാണ്. എല്ലാവരും അതിൻ്റെതായ ഇതോട് കൂടി ഇരിക്കുക. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് ചാപ്റ്റർ 3 സുവോളജി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അല്ലെ, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ? വംശ പാരമ്പര്യങ്ങളുടെയും വ്യതിയാനങ്ങളുടെയും കുറിച്ചുള്ള പ്രിൻസിപ്പിൾസ്, അതാണ് ഇതിന്റെ ചാപ്റ്ററിന്റെ പേര്. ഇൻഹെറിറ്റൻസ് മലയാളം പാരമ്പര്യം, വംശപാരമ്പര്യം. വേരിയേഷൻ മീൻസ് വ്യതിയാനം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത്, ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ആദ്യം പറയുന്നത് ഒരു എലിഫന്റ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഏത് ഓസ്പ്രിങ്ങിന് യങ് എലിഫന്റ്സിനെ നൽകുന്നു. മാംഗോ ട്രീയുടെ സീഡിൽ നിന്നും മാംഗോ ട്രീ തന്നെ ഉണ്ടാവും. അതായത് എലിഫന്റ് ഗീവ് ബർത്ത് ടു യങ് എലിഫന്റ്സ് ആൻഡ് മാംഗോ സീഡ്സ് ജെർമിനേറ്റ് ഗീവ്സ് റൈസ് ടു മാംഗോസ് എന്നാണ് പറയുന്നത്. അതായത് ആന ഒരിക്കലും ആടിനെയോ പശുവിനെയോ സൃഷ്ടിക്കൂല പ്രസവത്തിലൂടെ. അതുപോലെ തന്നെ മാംഗോ ട്രീയുടെ വിത്തിൽ നിന്നും ആൽമരമോ
തെങ്ങോ ഉണ്ടാകുന്നു. ഇതിന് ഈ രണ്ട് ജീവികളും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളാണ്, ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളാണ്. ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ പ്രോഡക്റ്റ് ആയ അതിനെ വിളിക്കുന്ന പേര് ഓസ്പ്രിംഗ് അഥവാ പ്രോജനി അഥവാ സന്താനങ്ങൾ. അവ ആരെ റിസംബിൾ ചെയ്തിരിക്കും? അവർ സൃഷ്ടിക്കപ്പെട്ട മാതാവിനെയും പിതാവിനെയും പോലെ റിസംബിൾ ചെയ്യും. അതുപോലെ തന്നെ ഈ ഓസ്പ്രിങ്സ് അഥവാ പ്രോജനീസ് അഥവാ ഓസ്പ്രിങ്സ് അഥവാ പ്രോജനീസ് ആരിൽ നിന്ന് ഡിഫറന്റും ആയിരിക്കും? മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തവും കാണും. നിങ്ങളുടെ പടം തന്നെ നോക്കുക, അച്ഛനും അമ്മയും പോലെ തന്നെ ഏകദേശം നിങ്ങൾ ഇരിക്കും. എന്നാൽ നിങ്ങൾ കറക്റ്റ് അച്ഛനാണോ? അല്ല. കറക്റ്റ് അമ്മയാണോ? അല്ല. അവരെ രണ്ട് റിസംബ്ലൻസ് നിങ്ങൾ കാണിക്കുകയും നിങ്ങൾക്ക് നിങ്ങളായ ക്യാരക്ടർ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ പ്രധാന കാരണം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ലൈംഗിക പ്രത്യുൽപാദനമാണ്. മെയിൽ ഫീമെയിൽ ഗാമറ്റ്സ് തമ്മിലുള്ള യൂണിയൻ ആണ് ഇതിന് കാരണം, ഗാമറ്റിക് ഫ്യൂഷൻ. ഇതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത്, നമ്മൾ എപ്പോഴും സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോജനീസ് അഥവാ ഓസ്പ്രിങ്സ് ആരെ റിസംബിൾ ചെയ്യും? അവർ സൃഷ്ടിക്കപ്പെട്ട ആരിൽ നിന്നുണ്ടായ മാതാപിതാക്കളെ റിസംബിൾ ചെയ്യും. ഈ റിസംബ്ലൻസ് ഓഫ് എ പ്രോജനി to their parents, tendency of the offspring or progeny to resemble their parents is called inheritance. എന്നറിയപ്പെടുന്നു inheritance, or it is also called heredity. മലയാളത്തിൽ പറഞ്ഞാൽ വംശ പാരമ്പര്യം. ഓക്കെ, എഴുതിയെടുത്തോണം, പിന്നീട് ആ പുസ്തകം വായിച്ചു കിടന്ന് കാരണം. വംശ പാരമ്പര്യം എന്താണ്? ഇൻഹെറിറ്റൻസ് അഥവാ ഹെറിഡിറ്റി എന്ന് ചോദിച്ചാൽ, വംശ പാരമ്പര്യം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ടെൻഡൻസി ഓഫ് ദ എഴുതിയെടുത്തോളാം, ടെൻഡൻസി ഓഫ് ദി പ്രോജനി or progeny means സന്താനം or offspring to resemble their parents. Offspring to resemble their parents. മലയാളത്തിൽ പറഞ്ഞാൽ സന്താനങ്ങൾ അതിന്റെ മാതാപിതാക്കളെ സദൃശ്യപ്പെടുത്താനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി അഥവാ ഇൻഹെറിറ്റൻസ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? Inheritance is defined as the tendency of the progeny to resemble their parents. ഒരിക്കൽ കൂടെ, what is inheritance or heredity? വംശ പാരമ്പര്യം എന്നാൽ എന്ത്? The tendency of the progeny or offspring to resemble their parents. മലയാളത്തിൽ പറഞ്ഞാൽ സന്താനങ്ങൾ മാതാപിതാക്കളെ സദൃശ്യപ്പെടുത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്തറിയപ്പെടുന്ന ഇൻഹെറിറ്റൻസ് ഓർ ഹെറിഡിറ്റി, മലയാളത്തിൽ വംശ പാരമ്പര്യം എന്ന് പറയുന്നത്. സന്താനങ്ങൾ എപ്പോഴും പകുതി അച്ഛൻ പകുതി അമ്മ ആയിട്ടല്ല ഇരിക്കുന്നത്. അവർ അവരുടേതായ നിന്നും വിഭിന്നമായ സ്വഭാവം നമ്മൾ കാണിക്കുന്നു. ഒരു അച്ഛനും അമ്മയ്ക്കും 3 മക്കളുണ്ടെങ്കിൽ 3 പേരും മുഖച്ചായയിലും മറ്റു ചില കാര്യങ്ങളും ഏകദേശ ചായകൾ 50% അച്ഛനും അമ്മയും പോലെ ഇരിക്കും. എന്നാൽ 50% അവരുടെ ക്യാരക്ടർ കാണിക്കും. They show tendency to differ from their parents. This is called variation. രണ്ടാമത്തെ പോയിന്റ് വേരിയേഷൻ. എടുക്കോളാം, വേരിയേഷൻ. ആവശ്യമുള്ള പോയിന്റ് എഴുതിയതിന് വിവരം അറിയും. വ്യതിയാനങ്ങൾ പ്രശ്നമാക്കി പ്രയാസമാണ്. വ്യതിയാനങ്ങൾ, വേരിയേഷൻ എന്താണ് അത് പറയുന്നത്? ഇത് സെന്റൻസ് പഠിച്ചാൽ വേരിയേഷൻ മീൻസ് ടെൻഡൻസി of the progeny or offspring to differ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്താണ് വ്യത്യാസം? ഒന്നേ ഉള്ളൂ, റിസംബിൾ. ഇവിടെ എന്തായിരിക്കും? ഡിഫർ ഫ്രം their parents. സന്താനങ്ങൾ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തത കാണിക്കുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങളെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻസ്. നമ്മൾ സുവോളജിയുടെ 1ാമത്തെ അധ്യായമായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിലെ ആദ്യ പോയിന്റ് പഠിക്കുകയാണ്. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. ഇൻഹെറിറ്റൻസ് എന്നാൽ എന്ത്? മലയാളത്തിൽ വേറെ പദം എന്താണ്? അതിന് വേറെ ഹെറിഡിറ്റി. മലയാളം കൂടെ അറിയുക, വംശ പാരമ്പര്യം. ഹെറിഡിറ്റി നമ്മൾ പാരമ്പര്യമായി കള്ളന്മാരാണെന്ന് പറയും പോലെ, പാരമ്പര്യമായി നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയും പോലെ പാരമ്പര്യം, നമ്മളെപ്പോഴും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇവര് കല്യാണത്തിന് അവരുടെ പാരമ്പര്യം നോക്കണ്ടേ എന്ന് പറയും. എന്താണ് പാരമ്പര്യം? എന്താണ് ഇൻഹെറിറ്റൻസ്? വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? The tendency
of the progeny or offspring to resemble their parents. What is variation? Tendency of the progeny to differ from their parents. ഇത് രണ്ടും എഴുതിയെടുത്തിരിക്കുമല്ലോ. What is heredity? Tendency of the progeny to resemble their parents. മാതാപിതാക്കളെ സദൃശ്യപ്പെടുത്താനുള്ള സന്താനങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി അഥവാ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. The tendency of the progeny to differ from their parents. അല്ലേ, സന്താനങ്ങൾ മാതാപിതാക്കളിൽ നിന്നും വ്യത്യാസം കാണിക്കാൻ ആ വ്യത്യാസം വിളിക്കുന്ന പേരാണ് വേരിയേഷൻസ്. ഇത് രണ്ടുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഈ രണ്ടിനെ കുറിച്ചുള്ള പഠനം അല്ലെ മയക്കാണ്. എഴുതിയിട്ടുണ്ടല്ലോ എല്ലാവരും? മയക്കാലോ അല്ലെ? എല്ലാവരും എഴുതിയല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഹെറിറ്റൻസ് വേരിയേഷൻ എന്താണ് ചാപ്റ്റർ ചാപ്റ്ററിന്റെ വേർഡ് മനസ്സിലായി. വംശ പാരമ്പര്യവും വ്യതിയാനങ്ങളും എന്നാണ് ചാപ്റ്ററിന്റെ പേര് അല്ലേ? മനസ്സിലായല്ലോ. വംശ പാരമ്പര്യവും വ്യതിയാനം എന്നാണ് ഈ സോളജി ചാപ്റ്ററിന്റെ പേര് അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല. ഇടേ റേഞ്ചുള്ളടത്തോട്ട് നിങ്ങളുടെ ഒന്ന് റേഞ്ച് കുറവായിരിക്കും. നിങ്ങളെ ഈ ബോർഡിനെ നമ്മുടെ ഫോക്കസ് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക. ഈ മഴയായതുകൊണ്ട് റേഞ്ച് വളരെ കുറവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വൈകുന്നേരം നമ്മളെ യൂട്യൂബ് ക്ലാസ് ഒന്നും കൂടെ നോക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആവശ്യമുള്ള എഴുതിയെടുക്കുക. ഞാൻ ഇതിൻ്റെ അപ്ലോഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്ക്രീനിൽ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടല്ലോ? രണ്ട് ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെ പല ഇഷ്യൂകൾ നടക്കുകയാണ്. നമ്മൾ ക്ലാസ് മുടക്കാതെ കടന്നു പോവുകയാണ്. നമുക്ക് മാക്സിമം ഇന്ന് കുറച്ച് പഠിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് കൂടുതൽ പഠിക്കുക. ഇന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കുറച്ച് പഠിക്കുക. ഓക്കെ, മഴയുടെ വൻ സൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രതികൂല സാഹചര്യമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ, നമ്മൾ മഴ വന്നിട്ടുണ്ട് തുടങ്ങാം. നമ്മൾ പറഞ്ഞു വന്നത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ചാപ്റ്റർ. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? Inheritance is defined as the tendency of the progeny to resemble their parents. Variation means tendency of the progeny to differ from their parents. Study of inheritance and variation is called genetics അഥവാ ജനിതക ശാസ്ത്രം. ജനിതക ശാസ്ത്രം അഥവാ ജെനറ്റിക്സ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ it is the branch of biology, ജീവശാസ്ത്രത്തിന്റെ ശാഖ which deals with inheritance and variation. വംശപാരമ്പര്യങ്ങളെ കുറിച്ചും വ്യതിയാനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് എന്ന് പറയുന്നത്. ശാസ്ത്ര ശാഖയാണ് എന്താണ് ജെനറ്റിക്സ്. വാട്ട് ഈസ് ജെനറ്റിക്സ്? Genetics is defined as the branch of biology which deals with inheritance and variation.
എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു? ഇൻഹെറിറ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടെൻഡൻസി ഓഫ് ദി progeny to resemble their parents. What is variation? Tendency of the progeny to differ from their parents. ഈ ഹെറിഡിറ്റിയെ കുറിച്ച് അഥവാ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും ഈ വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം. ഏത് ശാസ്ത്ര ശാഖയ്ക്കും ഒരു പിതാവ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ജനിതക ശാസ്ത്രം അഥവാ ജനറ്റിക്സിന്റെ ഫാദറായിട്ട് കരുതുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ്. ഗ്രിഗർ മെൻഡൽ, MEND ഓർത്തോണം. ഇങ്ങനെ എഴുതി കളയരുത്, ചീടരുത്, വൃത്തികേടാണ്. അല്ലെ, +2 സ്റ്റുഡൻസ് ആണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, MENDEL. ഇങ്ങനെ എഴുതുകയും ചെയ്യരുത്, ചീടരുത്, മറക്കരുത്, മനക്കേടാണ്. ബോട്ടണിക്ക് ബൊട്ടോണി എന്നെല്ലാം പോലെ ആയിപ്പോ. അപ്പൊ അറിയേണ്ട കാര്യം, നമ്മള് 3 ക്വസ്റ്റ്യൻ പഠിച്ചു ഈ ചാപ്റ്ററില്. നമുക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ക്ലാസിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്നാൽ നമ്മൾ 3 ക്വസ്റ്റ്യൻ പഠിച്ചു. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? എന്താണ് ഇൻഹെറിറ്റൻസ്? ടെൻഡൻസി ഓഫ് ദ progeny ടു റിസംബിൾ their parents. What is inheritance or heredity? The tendency of the progeny to resemble their parents. What is variation? എന്താണ് വ്യതിയാനം? Tendency of the progeny to differ from their parents. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what is genetics? Genetics is the branch of biology which deals with inheritance and variation. വംശപാരമ്പര്യങ്ങളെ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ ഡാഷ് എന്ന് പറയുന്നു ജനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്ന ജെൻ എന്ന് പറയുന്ന ലാറ്റിൻ ടേമിൽ നിന്നാണ്. വാക്കിനർത്ഥം ടു ബിക്കം ഓർ ടു ഗ്രോ ഇൻടു എന്നാണ്. ടു ഗ്രോ ഇൻടു എന്നാണ്. That term genetics was introduced by William Batson. എന്താണ് ശ്രദ്ധിക്കുക, വില്യം ബാറ്റ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് ജെനറ്റിക്സ് എന്ന് പറയുന്ന പദം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജെനറ്റിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്ന ജെൻ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ജെൻ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിനർത്ഥം ടു ബിക്കം, ടു ഗ്രോ ഇൻടു, ആയി തീരുക എന്നാണ്. ജെനറ്റിക്സ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ബാറ്റ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി അറിയേണ്ടത് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ആൻസർ ഏതാണ്? 19ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഗ്രിഗർ മെൻഡലിനെ, ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റിന്, ഓസ്ട്രിയ എന്ന രാജ്യത്തെ ഒരു ക്രിസ്ത്യൻ പ്രീസ്റ്റായ ഗ്രിഗർ മെൻഡലിനെയാണ് നമ്മൾ ആരായിട്ട് കരുതുന്നത്? ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് കരുതുന്നത്. അപ്പോൾ ഹു ഈസ് കൺസിഡർഡ് ദി ഫാദർ ഓഫ് ജെനറ്റിക്സ്? ഗ്രിഗർ മെൻഡൽ. ആരാണ് ഗ്രിഗർ മെൻഡൽ? ഈസ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ്, ഒരു ക്രിസ്തീയ പുരോഹിതൻ. അല്ലെ, ഏത് രാജ്യക്കാരൻ? ഓസ്ട്രിയ. ഇന്ന് ഓസ്ട്രിയ ഉണ്ടോ? ഇല്ല. ഓസ്ട്രിയ, ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ മാറി, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, പല റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുണ്ട്, വിയറ്റ്നാമൊക്കെ മാറിയിട്ടുണ്ട്. അതിപ്പോ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇതിനെ കുറിച്ച് 3 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? വാട്ട് ഈസ് വേരിയേഷൻ? വാട്ട് ഈസ് ജെനറ്റിക്സ്? ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഇത്രയും പഠിച്ചല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി എഴുതിയെടുത്തല്ലോ. നമുക്ക് ജെനറ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് കുറെ ടേംസ് ഉണ്ട്. അത് പഠിക്കാതെ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ടേംസ് ആൻഡ് ടെർമിനോളജീസ് ഇൻ ജെനറ്റിക്സ്, അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയൂ. ഓക്കെ, അത് കാണാതെ പഠിക്കണം എല്ലാവരും. ടേംസ് ആൻഡ് ടെർമിനോളജീസ്. വെറുതെ എഴുതി മനസ്സിലാവൂല, ടെക്സ്റ്റ് വായിച്ച. Terms and terminologies in genetics. ജനിതകശാസ്ത്രത്തിലെ പദങ്ങളും പദപ്രയോഗങ്ങളും. ഇതിനകത്ത് പദങ്ങളാണ്. ഈ പദം ഇത്രയും പഠിച്ചാൽ നമുക്ക് ചാപ്റ്റർ വായിച്ചാൽ മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ പദമാണ് ജീൻ. മൊത്തം ഏതൊക്കെ പദം പറയാം? 1 is called ജീൻ. 2 അലീൽ. ഈ പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദിക്കുകയും ചെയ്യും.
അലിലോമോർ 3 ഫീനോടൈപ്പ് 3 ട്രേറ്റ് 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അടുത്ത 5 ഫീനോടൈപ്പ് 6 ജീനോടൈപ്പ് 7 ഹോമോസൈഗസ് 8 ഹെട്രോസൈഗസ് 9 പ്യുവർ ബ്രീഡിംഗ് or true breeding. ഈ 9 പദങ്ങൾ ഈ പദങ്ങൾ പഠിക്കാതെ ജെനറ്റിക്സ് പഠിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ഈ ക്ലാസ്സിൽ കയറാത്തവരുടെ ശ്രദ്ധയിൽ ഈ പദങ്ങൾ പഠിക്കാതെ ജെനറ്റിക്സ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഇതിനകത്ത് കുറെ പേരെല്ലാം ഓൺലൈൻ ക്ലാസ് പിന്നെ കയറി വീട്ടിൽ ഉറങ്ങുന്ന ടീമുകളുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്ക് ജെനറ്റിക്സ് ക്ലാസ്സിൽ കയറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയാസം അനുഭവപ്പെടുന്നവര് ഓർത്തോളുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾക്ക് ആദ്യത്തെ 2 ചാപ്റ്ററായ അതിന്റെ ലാഘവത്തോടു കൂടി ഈ ചാപ്റ്ററിലേക്ക് വരരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓക്കെ, ശ്രദ്ധയോടെ കേട്ടുക. ഇത് ഞാൻ പല ആവർത്തിച്ച് പറയും, വീണ്ടും കേട്ടുക. ജീൻ അല്ലെ, രണ്ടാമത്തെ പദം അലി എഴുതിയിട്ടുള്ള ഓരോന്നര പഴയുള്ളൂ. ജീൻ. രണ്ടാമത് പഠിച്ചത് അലിലോമോർ. 3 ട്രേറ്റ്, 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, 5 ഫീനോടൈപ്പ്, 6 ജീനോടൈപ്പ്, 7 ഹോമോസൈഗസ്, 8 ഹെട്രോസൈഗസ്, 9 പ്യുവർ ബ്രീഡിംഗ്. ഇനി അടുത്ത 2 അടുത്ത ഡോമിനന്റ് ക്യാരക്ടർ വിട്ടുപോയി. ഡോമിനന്റ് ക്യാരക്ടർ. അടുത്ത റിസസീവ് ക്യാരക്ടർ. ഈ പദങ്ങൾ ഇത്രയും പഠിക്കാതെ ജെനറ്റിക്സ് പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലെ. ഈ ബോർഡ് ക്ലിയറെല്ലാം റേറ്റ് കളറിലേക്ക് മാറി നിൽക്കുക. ശ്രദ്ധിക്കുക, ഈ ടേംസ് ആൻഡ് ടെർമിനോളജീസ് നിങ്ങളുടെ ബോർഡില് ഈ ബോർഡ് ഫോക്കസ് ചെയ്യുക. 1 ജീൻ, 2 അലിലോമോർ, 3 ട്രേറ്റ്, 4 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, dominant character, recessive character, phenotype, genotype, homozygous, heterozygous, pure breeding, true breeding. ഇത്രയും ടേംസ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഏതെല്ലാം ടേംസ് പഠിക്കേണ്ടതൊക്കെയാണ്? ജീൻ, അലിലോമോർഫ്, ട്രേറ്റ്, കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, ഡോമിനന്റ് ക്യാരക്ടർ ഓർ പ്രകടനം, റിസസീവ് ക്യാരക്ടർ ഗുണം, ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, ഹോമോസൈഗസ്, ഹെറ്ററോസൈഗസ്, പ്യുവർ ബ്രീഡിംഗ് ഓർ ട്രൂ ബ്രീഡിംഗ്. ഇത് കളഞ്ഞാൽ ബാക്കിയുള്ള പദങ്ങൾ 10 പദം പഠിക്കണം. ക്യാമറ പ്രോബ്ലം റേഞ്ച് കംപ്ലൈന്റ് ഉള്ളത് നമുക്ക് മാക്സിമം കുറച്ചെടുത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് മൺഡേയിലേക്ക് കുറച്ച് മാറ്റാം. ഓക്കെ, ഇവിടെ പറയും, അവർക്ക് ടെൻഷൻ വേണ്ട. ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് കൂടെ പറയണം. ഞാൻ ഇതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ പലർക്കും റേഞ്ച് വളരെ പ്രോബ്ലമാണ്. അവിടെ ഞാൻ ജസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്ത് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ പാഠഭാഗത്തേക്ക് അടുത്ത ദിവസം നമുക്ക് നാളെ നിങ്ങൾക്ക് ഫിസിക്സ് ആയിരിക്കും, അടുത്ത ദിവസം മാത്സ് ആയിരിക്കും, മൺഡേ നമുക്ക് ഏതെടുക്കാം ബയോളജി ഇടാം. അന്ന് എല്ലാവരും പോലെ ബോർഡിന്റെ പട്ടിയെന്ന് മാറാം. ഓക്കെ.
അപ്പൊ നമുക്ക് ഞാൻ ഒരിക്കലും പഠിക്കുന്ന നമുക്ക് ചില പ്രതികൂല സാഹചര്യങ്ങളായതുകൊണ്ട് ക്ലാസ് ചുരുക്കിക്കൊണ്ട് ഇത്രയും പാഠഭാഗങ്ങൾ നിർത്തുകയാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഭാഗങ്ങൾ ഒരിക്കലും പറയേ എല്ലാവരും ശ്രദ്ധിക്കാമല്ലോ. ഇപ്പോഴത്തെ പ്രതികൂല ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും റേഞ്ച് പ്രോബ്ലം ഉള്ളതിനാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് ഇതിന്റെ മാറ്റിക്കൊള്ളുകയാണ്. അതിൽ നമ്മൾ പ്രധാനമായും ഈ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞു നിർത്താം. ഒരേ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നമ്മൾ സുവോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, റിലേറ്റഡ് ചാപ്റ്റേഴ്സ്. അടുത്ത മൂന്നാമത്തെ അധ്യായം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. 4 സ്കോറിനാണ് ചോദിക്കുന്നത്. ഇത് ക്ലാസിക്കൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചാപ്റ്റർ, വലിയ ചാപ്റ്റർ ഉണ്ട്, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അത് മോളിക്കുലാർ ജെനറ്റിക്സ് ആണ്. രണ്ടിൽ കൂടെ 8 മാർക്കാണ് ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കണം ഇൻഹെറിറ്റൻസ്. ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. വംശപാരമ്പര്യത്തിന്റെ വ്യതിയാനങ്ങളുടെ തത്വശാസ്ത്രം എന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിച്ച വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്. വംശപാരമ്പര്യം എന്നാൽ എന്ത്? ടെൻഡൻസി ഓഫ് ദി പ്രോജനി ടു റിസംബിൾ ദെയർ പാരന്റ്സ്. സന്താനങ്ങൾ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടായ സന്താനങ്ങൾ. ഇവിടെ ഏത് പ്രത്യുൽപാദനമാണ് ഉപയോഗിക്കുന്നത്? ലൈംഗിക പ്രത്യുൽപാദനം. ഇപ്പൊ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ പരമായിട്ടുണ്ട്. അതിലെ ക്ലോണുകളാണ് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് ക്ലോൺ? Clone is defined as the morphologically and genetically similar organism produced through asexual reproduction. ഇവിടെ റീപ്രൊഡക്ഷൻ ആണ് പ്രധാന റീപ്രൊഡക്ഷൻ ഏതാണ്? സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടായ സന്താനങ്ങൾ മാതാപിതാക്കളെ സദൃശ്യപ്പെടുത്തിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ടെൻഡൻസി ഓഫ് ദ പ്രോജനി ടു ഡിഫർ ഫ്രം ദെയർ പാരന്റ്സ് ഈസ് കോൾഡ് വേരിയേഷൻ. വ്യതിയാനം. ഈ വംശപാരമ്പര്യങ്ങളെ കുറിച്ചും വ്യതിയാനങ്ങളെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്ര ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം. വാട്ട് ഈസ് ജെനറ്റിക്സ്? Genetics is the branch of biology which deals with the study of heredity and variation, or inheritance and variation. Father of genetics എന്ന് പറയുന്നത് ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. നമ്മൾ ആരാണ് കേട്ടോ? ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ് കേട്ടിരുന്നു. ആരാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ? He is a Christian priest, belongs to country Austria. He conducted many experiments. അദ്ദേഹം ധാരാളം പരീക്ഷണം നടത്തി. എന്ത് പരീക്ഷണം? അണുവിസ്ഫോടനമാണോ? എന്ത് പരീക്ഷണം? They conducted hybridization experiment. ഏത് എക്സ്പെരിമെന്റ് ആണ് കണ്ടക്ട് ചെയ്തത്? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അയാളത്തെ പറഞ്ഞാൽ വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തി. എവിടെ? പയറ് ചെടിയിൽ. പൈസം സജൈവം എന്ന് പറയുന്ന പട്ടാണിക്കടല. ഏത് പ്ലാന്റാണ്? പൈസം സജൈവം. പൈസം സജൈവം. ഇതിന്റെ പേര് മറക്കരുത്. പൈസം സജൈവം അഥവാ പട്ടാണിക്കടല എന്ന സസ്യത്തിൽ വർഗസങ്കരണ പരീക്ഷണം. അതായത് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. അതിൽ വേറെ പേര് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അഥവാ ക്രോസ് പോളിനേഷൻ. കൃത്രിമ പരാഗണം വഴി സന്താനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ. ഈ പ്രക്രിയയിലൂടെ അദ്ദേഹം ചില റിസൾട്ടുകൾ ഉണ്ടാക്കി, ആ പ്രോജനികൾ ഉണ്ടാക്കി. അവയെ മാത്തമെറ്റിക്കലായിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അവയെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം കുറെ നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ്, മെൻഡൽസ് ലോയുടെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ജെനറ്റിക്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആരായിട്ട് കരുതുന്നത്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് ആരെ കരുതുന്നത്? ഗ്രിഗർ മെൻഡലിനെ കരുതുന്നത്. വഴിയപ്പണ ഒരാളെ കരുതുന്ന നമ്മളച്ച എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ജെനറ്റിക്സിന്റെ ഫാദറായിട്ട് ഗ്രിഗർ ജോഹാൻ മെൻഡലിനെ കരുതുന്നു. വൈ എന്ന് ചോദിച്ചാൽ he conducted many hybridization experiments in common garden pea. Garden pea, സാധാരണ ഗാർഡൻ പീ അഥവാ പയറ് ചെടി അഥവാ പൈസം സറ്റൈവം എന്ന ശാസ്ത്രനാമമുള്ള പയറ് ചെടി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് നടത്തുകയും ആ എക്സ്പെരിമെന്റ് അടിസ്ഥാനമാക്കിയുള്ള റിസൾട്ടുകളെ മാത്തമെറ്റിക്കലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 4 ലോസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോയുകളെ വിളിക്കുന്ന പേരാണ് മെൻഡൽസ് ലോ. അതിൽ ചോദിക്കും,
ഈ മെൻഡൽസ് ലോയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഏത് നിലനിൽക്കുന്നത്, ഏത് ശാസ്ത്രശാഖ? ജെനറ്റിക്സ്. എന്താണ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഈ ജെനറ്റിക്സ് പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് കുറെ പദങ്ങളും പദപ്രയോഗങ്ങളും പഠിച്ചിരിക്കണം. ആ പദങ്ങളും പദപ്രയോഗങ്ങളും കാണാതെ പഠിക്കണം. എല്ലാവരും ക്ലാസ്സിൽ കയറണം, നിർബന്ധമാണ്. അല്ലെ, അല്ലാതെ ഒരു ദിവസം ഇതെടുത്ത് നോക്കിയാൽ മനസ്സിലാകത്തില്ല. ഞാൻ അല്ലേ ശ്രദ്ധിക്കാം. ഇതിനകത്തുള്ള പദങ്ങൾ ഏതൊക്കെ? ഒന്ന് ജീൻ, രണ്ട് അലിലോർ അലിലോമോർ, മൂന്ന് ട്രേറ്റ്, നാല് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, ഡോമിനന്റ് ക്യാരക്ടർ, റിസസീവ് ക്യാരക്ടർ, ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, ഹോമോസൈഗസ്, ഹെറ്ററോസൈഗസ്, പ്യൂർ ബ്രീഡിംഗ് ഓർ ട്രൂ ബ്രീഡിംഗ്, ഇങ്ങനെയുള്ള ക്യാരക്ടർ. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് ഷോർട്ടൻ ചെയ്യുന്നു.